നമസ്കാരം. ഡെയിലി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുംബൈ ഭീകരാക്രമണത്തിലെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് NIA. ആസൂത്രണം നടന്നത് ദുബായിൽ. ISI ഏജന്റും തഹാവൂർ റാണയും തമ്മിൽ കണ്ടുവന്ന് NIA. ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്ക് അന്വേഷിക്കും. റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നും NIA. ഹജ്ജിന് നിയന്ത്രണം ഏർപ്പെടുത്തി സൗദി. ഏപ്രിൽ 29 മുതൽ മക്കയിലേക്ക് ഹജ്ജ് വിസയിലുള്ളവർക്ക് മാത്രം പ്രവേശനം. പെർമിറ്റ് ലഭിക്കാത്തവർക്ക് പ്രവേശനമില്ല. അവരെ തിരിച്ചയക്കും. കുവൈറ്റിൽ ഗതാഗത നിയമത്തിൽ പുതിയ നിയന്ത്രണങ്ങൾക്കും ഭേദഗതികൾക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നതിന് ഇനി മുതൽ അധികമായി 10 ദിനാർ നൽകണം. കുവൈറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ പവർ കട്ട് തുടരുമെന്ന് വൈദ്യുതി മന്ത്രാലയം. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 6 ഗവൺറേറ്ററുകളിൽ വൈദ്യുതി മുടങ്ങും. പവർ കട്ട് സമയം വെളിപ്പെടുത്തിയിട്ടില്ല. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കുൾപ്പെടെ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരായ നീക്കവുമായി കേന്ദ്രം. ആഭ്യന്തര മന്ത്രാലയം പുനഃപരിശോധനാ ഹർജി നൽകും. വിധിയിൽ കേന്ദ്രവാദങ്ങൾ പരിഗണിച്ചില്ലെന്നുന്നയിക്കും. ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. ഞെട്ടൽ രേഖപ്പെടുത്തി CBCA. മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമെന്ന് മുഖ്യമന്ത്രി. വിലക്ക് കേന്ദ്രത്തിന്റെ നിർദ്ദേശമെന്ന് പ്രതിപക്ഷ നേതാവ്. യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളുമായി ഓശാന ഞായർ. പ്രവാസ ലോകത്തും ഓശാന ആചരിച്ചു. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെയുള്ള CBI അന്വേഷണ ഉത്തരവിൽ വിജിലൻസിനെ നിശ്ചിതമായി വിമർശിച്ച് ഹൈക്കോടതി. അഴിമതി പ്രഥമദൃഷ്ട്യാ വ്യക്തമായിട്ടും വിജിലൻസ് KM എബ്രഹാമിനെ സംരക്ഷിച്ചെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിജിലൻസിന്റെ പ്രാഥമിക പരിശോധന പ്രഹസനമായിരുന്നു എന്നും വിലയിരുത്തലുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെയുള്ള അഴിമതി ആരോപണ കേസിൽ അതീവ ഗുരുതരമായ നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. കേസ് CBIക്ക് വിട്ട ഉത്തരവിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM എബ്രഹാമിനെ രക്ഷിക്കുവാൻ വിജിലൻസ് ശ്രമിച്ചുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അഴിമതി വ്യക്തമായിട്ടും വിജിലൻസ് KM എബ്രഹാമിനെ സഹായിച്ചു. വിജിലൻസ് അന്വേഷണത്തിൽ സംശയങ്ങളുണ്ട്. KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു. ഇതിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെങ്കിലും വിജിലൻസ് അത് അവഗണിച്ചെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സത്യസന്ധമായ അന്വേഷണത്തിന് CBI അന്വേഷണം അനിവാര്യമാണെന്ന വിലയിരുത്തലോടുകൂടിയാണ് കേസ് ഹൈക്കോടതി CBIക്ക് വിട്ടത്. വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് KM എബ്രഹാം. ഇക്കാര്യവും വിമർശിക്കുന്നതിനോടൊപ്പം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അഴിമതിക്ക് പ്രഥമദൃഷ്ട്യാ തന്നെ തെളിവുണ്ടെങ്കിലും വിജിലൻസ് അത് അവഗണിച്ചുകൊണ്ട് KM എബ്രഹാമിനെ സംരക്ഷിച്ചുവെന്നാണ് ഹൈക്കോടതിയുടെ ഗുരുതര നിരീക്ഷണം. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കോടതി കേസ് CBIക്ക് വിട്ടത്. അമൃത ന്യൂസ്, കൊച്ചി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിക്കാനാണ് NIAയുടെ നീക്കം. അതേസമയം മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണം നടന്നത് ദുബായിലാണെന്ന് സൂചന ലഭിച്ചു. ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ള വ്യക്തിയുമായി ആണോ തഹാവൂർ റാണ കൂടിക്കാഴ്ച നടത്തിയതെന്നും ഇക്കാര്യം അന്വേഷണ പരിധിയിലാണെന്നും NIA അറിയിച്ചു. മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണം നടന്നത് ദുബായിലാണെന്നും ISI ഏജന്റുമായി തഹാവൂർ റാണ ആദ്യ ചർച്ച നടത്തിയത് അവിടെ വെച്ചാണെന്നുമാണ് NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച. ISI ഏജന്റ് റാണയുടെയും ഹെഡ്ലിയുടെയും സുഹൃത്താണെന്നാണ് സംശയിക്കുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്താൻ തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിളുകളും NIA സംഘം ശേഖരിക്കും. അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള തഹാവൂർ റാണയുടെ ശബ്ദ സന്ദേശങ്ങളും ഓഡിയോ ക്ലിപ്പുകളും ഉറപ്പാക്കുന്നതിന് കൂടി വേണ്ടിയാണിത്. ഇതിനായി സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി വിദഗ്ധർ NIA ആസ്ഥാനത്തെത്തും. ബംഗളൂരു സ്ഫോടന പരമ്പര കേസിലും കേരളത്തിൽ നിന്ന് യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്ത കേസിലും തഹാവൂർ റാണയിൽ നിന്ന് NIA വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഈ 2 കേസിലും റാണയ്ക്കുള്ള പങ്ക് NIAക്ക് നേരത്തെ അറിവുള്ളതാണ്. കേരളത്തിൽ നിന്ന് 4 യുവാക്കൾ കശ്മീരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. കേരളത്തിലെയും കർണാടകയിലെയും ഈ കേസുകളിൽ സംസ്ഥാന ഏജൻസികൾക്കും റാണയെ ചോദ്യം ചെയ്യാൻ അവസരം ലഭിച്ചേക്കും. അതേസമയം ഡൽഹിയിലെ CGO സമുച്ചയത്തിലെ NIA ആസ്ഥാനം റാണയുടെ അറസ്റ്റിനെ തുടർന്ന് വലിയ സുരക്ഷാ വലയത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ.
റാണ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസി പറഞ്ഞു. തഹാവൂർ റാണയ്ക്ക് സെല്ലിൽ യാതൊരുവിധ പ്രത്യേക പരിഗണനകളും നൽകാറില്ലെന്നും അയാൾ ആവശ്യപ്പെട്ടതു പ്രകാരം ഒരു ഖുറാനും പേപ്പറും പേനയും നൽകിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഏപ്രിൽ 29 മുതൽ മക്കയിലേക്ക് ഹജ്ജ് വിസയിലുള്ളവർക്ക് മാത്രമേ പ്രവേശനമുണ്ടാകുകയുള്ളൂവെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഉംറ വിസയിലുള്ളവർ സൗദിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസാന തീയതി ഇന്നായിരുന്നു. മക്കയിൽ താമസിക്കുന്നവർക്കും ഹജ്ജ് പെർമിറ്റ് ഉള്ളവർക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ അനുമതി ലഭിച്ചവർക്കും മാത്രമായിരിക്കും പ്രവേശന പെർമിറ്റുകൾ നൽകുക. പെർമിറ്റ് ലഭിക്കാത്തവർക്ക് മക്കയിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല, അവരെ തിരിച്ചയക്കും. പെർമിറ്റുകൾ അബ്ഷിർ മുഖീം വഴിയാണ് എടുക്കേണ്ടത്. നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നാണ് കർശന നിർദ്ദേശം. കുവൈറ്റിൽ ഇനി മുതൽ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നതിന് 10 ദിനാർ അധികമായി നൽകേണ്ടി വരും. ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഗതാഗത നിയമത്തിലെ നിയന്ത്രണങ്ങളും പുതിയ ഭേദഗതികളും സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് പുതിയ ഫീസ് ചുമത്തുന്നത്. ഇക്കാര്യം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. കുവൈറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ പവർ കട്ട് തുടരുമെന്ന് ജലവൈദ്യുതി മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ 6 ഗവർണറേറ്റുകളിലെ ചില സെക്കൻഡറി ട്രാൻസ്ഫോമർ സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പവർ കട്ട്. ജലീബ്, ഖൈദാൻ, ഫിൻഡാസ്, ഫഹാഹിൽ, മംഗഫ്, സാൽമിയ, ഹവല്ലി എന്നീ പ്രദേശങ്ങളിലായിരുന്നു പവർ കട്ട്. എന്നാൽ പവർ കട്ട് സമയം എത്രയാണെന്ന് മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടില്ല. മഴവെള്ള ഡ്രെയിനേജ് ശൃംഖല വികസിപ്പിക്കുന്നതിനും നിലവിലുള്ളതിൽ അറ്റകുറ്റപ്പണികൾക്കുമുള്ള തസ്രീഫ് പദ്ധതിയുടെ ഭാഗമായി 1.43 ബില്യൺ ദിർഹത്തിൻ്റെ കരാറുകൾ നൽകിയതായി ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. എമിറേറ്റിൽ ഉടനീളമുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളെ പ്രധാന തസ്രീഫ് തുരങ്കവുമായി ബന്ധിപ്പിക്കുന്നതിനായി 36 കിലോമീറ്ററിലധികം പുതിയ ഡ്രെയിനേജ് ലൈനുകൾ ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കും. വെള്ളപ്പൊക്ക സാധ്യതകൾ ഇല്ലാതാക്കുക, നിലവിലുള്ള ഡ്രെയിനേജുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള പുതിയ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ഉയർന്ന അന്താരാഷ്ട്ര നിലവാരങ്ങൾക്കനുസൃതമായി പ്രവർത്തനം തുടങ്ങിയതായി ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി അറിയിച്ചു. അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിൻ്റെ പ്രതിനിധി ക്രീഡാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ സബാഹ്, ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്ത് ആരംഭിച്ചിട്ടുള്ളതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതുമായ വികസന നിർമ്മാണ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ഒരു പരമ്പരയുടെ ഭാഗമായാണ് ഈ പദ്ധതിയെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഹുണ്ടായി വാഹനങ്ങൾ ഹുണ്ടായി സൗദി തിരിച്ചുവിളിച്ചതായി സൗദി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. 2010-നും 2025-നും ഇടയിൽ പുറത്തിറക്കിയ വാഹനങ്ങളാണ് സാങ്കേതിക തകരാറുണ്ടെന്ന് മനസ്സിലാക്കി തിരിച്ചു വിളിക്കുന്നത്. ഈ വാഹനങ്ങളുടെ ഉടമകൾ കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിക്കണം. തൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനം തിരിച്ചുവിളിക്കൽ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ സൗജന്യമായി നടത്തുന്നതിനും കമ്പനിയുമായി ബന്ധപ്പെടാനും മന്ത്രാലയം ആവശ്യപ്പെട്ടു. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇന്ന് ഓശാന പെരുന്നാൾ. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. യേശുദേവൻ ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തെത്തിയപ്പോൾ വിശ്വാസികൾ ഒലിവിലകളേന്തി സ്വീകരിച്ചതിനെ അനുസ്മരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ആചരിക്കുന്നത്. തലസ്ഥാനത്ത് വിവിധ പള്ളികളിൽ ഓശാന ഞായറാഴ്ചയുടെ ഭാഗമായി കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും നടന്നു. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന ഓശാന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലായിരുന്നു ഓശാന ശുശ്രൂഷകൾ. കുരുത്തോലകളേന്തി ഓശാന പെരുന്നാൾ ആചരിച്ച് മലബാറിലെ ക്രൈസ്തവ വിശ്വാസികളും ദേവാലയങ്ങളിൽ കുരുത്തോല വെഞ്ചരിപ്പും പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും നടന്നു. കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ഓശാന സന്ദേശം നൽകി. കേരളത്തിലെ ഐക്യവും സാഹോദര്യവും തകർക്കുന്നവർക്കെതിരെ ഒരുമയോടെ നിൽക്കണമെന്നും കേരളത്തിൽ സമാധാനം നിലനിർത്താൻ പ്രാർത്ഥിക്കണമെന്നും വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു.
ഈ പുകഴ്ത്തി ആളുകളെ ചീത്തയാക്കരുത്. ചിലപ്പോഴൊക്കെ ഈ ഭരണത്തിലിരിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മൾ ഒത്തിരി പുകഴ്ത്തും. നന്മ ചെയ്താലും അല്ല പുകഴ്ത്തും. അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യാതെ വരും. അപ്പോൾ ആവശ്യത്തിന് പുകഴ്ത്തണം, ആവശ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുകയും വേണം. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഓശാന ഞായറാഴ്ചയിലെ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പ്രത്യേക കുർബാനയും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. നൂറുകണക്കിന് വിശ്വാസികളും സഭാ മേലധ്യക്ഷന്മാരും ചടങ്ങുകളിൽ പങ്കെടുത്തു. ആലപ്പുഴ കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി തിരുക്കുടുംബ ദേവാലയത്തിൽ ഓശാന ഞായറാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ലിജോ കുഴിപ്പള്ളി നേതൃത്വം നൽകി. തൃശൂർ ലൂർദ് പള്ളി, പുത്തൻപള്ളി എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് ഓശാന പെരുന്നാളിൽ പങ്കെടുത്തത്. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഒല്ലൂർ ഫെറോന പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ വർഗീസ് കുത്തൂർ നേതൃത്വം നൽകി. മണർകാട് വിശുദ്ധ മാർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ ഹാഷാ ശുശ്രൂഷകൾക്ക് യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയോസ് ജോസഫ് ബാവ മുഖ്യകാർമ്മികത്വം വഹിച്ചു. യാക്കോബായ സഭയുടെ കാതോലിക്കയായി സ്ഥാനമേറ്റ ശേഷം ആദ്യമായി മണർകാട് പള്ളിയിലെത്തിയ ബാവയെ പള്ളി അധികൃതർ സ്വീകരിച്ചാനയിച്ചു. പ്രഭാത പ്രാർത്ഥന, പ്രദക്ഷിണം, ഓലവാഴ്വ്, ഓലവിതരണം എന്നിവ ശുശ്രൂഷകളുടെ ഭാഗമായി നടന്നു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. കുരുത്തോല പ്രദർശനത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചതായി സേക്രഡ് ഹാർട്ട് ദേവാലയം. സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്കാണ് പ്രദർശനം നിശ്ചയിച്ചിരുന്നത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി തടഞ്ഞതെന്നാണ് വിശദീകരണം. പ്രധാനമന്ത്രി ഉൾപ്പെടെ BJP നേതാക്കൾ ക്രിസ്മസ്, ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളിയാണ് സേക്രഡ് ഹാർട്ട് ദേവാലയം. ഇന്ന് വൈകിട്ടായിരുന്നു കുരിശിൻ്റെ വഴി എന്ന പേരിൽ കുരുത്തോല പ്രദർശനം നടത്താൻ തീരുമാനിച്ചത്. അതിനുള്ള അനുമതിയാണ് നിഷേധിച്ചത്. ഓശാനയോടനുബന്ധിച്ച് ഡൽഹി സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലേക്ക് നടത്താനിരുന്ന കുരുത്തോല പ്രദർശനത്തിന് അനുമതി ലഭിക്കാത്ത സംഭവത്തിൽ BJP സർക്കാരിനോ പങ്കില്ല എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് വ്യക്തമാക്കി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈസ്റ്റർ ദിനം പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ആഘോഷിച്ചു. കേരളത്തിലെയും ഡൽഹിയിലെയും അഭിനന്ദനായ തിരുമേനിമാരെ എല്ലാം വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈസ്റ്റർ ആഘോഷം നടത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏതായാലും അത്തരം സംഭവങ്ങളൊന്നും BJP ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് റോളുണ്ടാവില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഈസ്റ്റർ ദിനം പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ആഘോഷിച്ചിട്ടുള്ളതാണ് BJP ഗവൺമെൻറ്. ഡൽഹിയിലെയും കേരളത്തിലെയും അഭിവന്ദ്യ തിരുമേനിമാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈസ്റ്റർ ആഘോഷം നടത്തിയത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളുമായിട്ടൊന്നും ഗവൺമെൻറ്റിനോ BJPക്കോ ഒരു പങ്കുമില്ല. UAEയിലെ വിവിധ ദേവാലയങ്ങളിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. അബുദാബി സെന്റ് പോൾ മുസഫ ചർച്ച് കത്തോലിക്ക പള്ളിയിൽ ഫാദർ ടോം ജോസഫ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിശുദ്ധ വാരത്തോടനുബന്ധിച്ചുള്ള തിരുകർമ്മങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ഓശാന തിരുനാൾ ആഘോഷങ്ങൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭാ നിരണം ഭദ്രാസനാധിപനും പരിശുദ്ധ സുന്നഹദോസ് സെക്രട്ടറിയുമായ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി മുഖ്യ കാർമ്മികനായിരുന്നു. പന്ത്രണ്ട് നോബൽ സമാധാന സമ്മാന ജേതാക്കളുടെ അപൂർവ സംഗമം ഒരുക്കി ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന ഉച്ചകോടി ദുബായിൽ സമാപിച്ചു. UAE സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു. ഗ്ലോബൽ ജസ്റ്റിസ് ലവ് ആൻഡ് പീസ് സമ്മിറ്റ് എന്ന പേരിലാണ് സമാധാന ഉച്ചകോടി ദുബായിൽ സംഘടിപ്പിച്ചത്. ദുബായ് എക്സ്പോ നഗരിയിലെ എക്സിബിഷൻ സെന്ററിലാണ് 2 ദിവസം നീണ്ടുനിന്ന സമ്മേളനം നടന്നത്. 12 നൊബേൽ സമാധാന സമ്മാന ജേതാക്കൾ, രാജകുടുംബാംഗങ്ങൾ, രാഷ്ട്രീയ നീതിന്യായ രംഗത്ത് നിന്നുള്ള പ്രമുഖർ, ബിസിനസ്സുകാർ, മത ആത്മീയ ആചാര്യന്മാർ, സ്പോർട്സ് ചാമ്പ്യന്മാർ, സിനിമാ താരങ്ങളടക്കം നിരവധി പേർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ലോകത്ത് നീതി, സ്നേഹം, സമാധാനം എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദ്വിദിന ഉച്ചകോടി സംഘടിപ്പിച്ചത്. അയാം പീസ് കീപ്പർ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ ഡോക്ടർ ഹുസൈഫ ഖൊറഗിവാലയാണ് സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. അമൃത ന്യൂസ്, ദുബായ്. ഷാർജ ആസ്ഥാനമായ സമഗാന സംഗീത സഭയുടെ ഈ വർഷത്തെ ഗുരുരത്ന സംഗീത പുരസ്കാരം സുപ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ ഡോക്ടർ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന് സമ്മാനിച്ചു. ദുബായ് സ്പോർട്സ് ബേ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഗീത സഭ പ്രസിഡന്റ് അടൂർ അനീഷും പ്രശസ്ത മൃദംഗ വിദ്വാൻ പാലക്കാട് കൃഷ്ണരാജും
കൃഷ്ണരാജനും ചേർന്നാണ് 1.5 ലക്ഷം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചത്. സെക്രട്ടറി കെ ശ്രീനിവാസൻ പൊന്നാട അണിയിച്ചു. തുടർന്ന് ഡോക്ടർ വിൽനേഴീസ് സുബ്രഹ്മണ്യത്തിൻ്റെ കച്ചേരി അരങ്ങേറി. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഹർജി നൽകിയേക്കും. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. നിയമസഭ 2 വട്ടം പാസാക്കിയ 10 ബില്ലുകൾ ഗവർണർ RN രവി തടഞ്ഞത് സംബന്ധിച്ച് തമിഴ്നാട് സർക്കാർ 2023 സമർപ്പിച്ച ഹർജിയിന്മേലാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെയാണ് ഹർജി നൽകുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നീക്കം തുടങ്ങിയത്. വിധി പ്രസ്താവിച്ച അതേ ബെഞ്ചിന് മുൻപാകെ പുനഃപരിശോധനാ ഹർജി നൽകാനാണ് നീക്കം. ഇത്തരമൊരു സമയപരിധി ഭരണഘടനയിൽ പോലും നിഷ്കർഷിച്ചിട്ടില്ലെന്ന വാദം ഉയർത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഗവർണർക്ക് മുന്നിലെത്തുന്ന ബില്ലുകളിൽ 1 മാസം മുതൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകണമെന്നും കാലതാമസമുണ്ടായാൽ കാരണം സംസ്ഥാനത്തെ അറിയിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ സമയപരിധി പാലിക്കപ്പെട്ടില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും 415 പേജുള്ള വിധിന്യായത്തിൽ ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഓർഡിനൻസുകളിൽ രാഷ്ട്രപതി 3 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നും ഉത്തരവിൽ വിശദീകരിക്കുന്നു. വിധിപ്പകർപ്പ് എല്ലാ ഗവർണർമാരുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും ഹൈക്കോടതികൾക്കും അയക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെ സുപ്രീം കോടതി ഉത്തരവിനെതിരെ തുറന്നടിച്ച് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. കേന്ദ്രം നിയമ നടപടിയിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയായിരുന്നു ഗവർണറുടെ വിമർശനം. 2 ജഡ്ജിമാർ ഇരുന്ന് ഭരണഘടന തിരുത്തുകയാണെങ്കിൽ പിന്നെ പാർലമെന്റ് എന്തിനെന്ന് ഗവർണർ ആർലേക്കർ വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. നിയമസഭ പാസാക്കുന്ന ബില്ലുകളോടും നിയമങ്ങളോടും എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ച സുപ്രീം കോടതിയുടെ വിധി സുപ്രധാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഫാസിസ്റ്റ് കാവ്യവൽക്കരണത്തിനിടയിലും നിയമവാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് വിധി വ്യക്തമാക്കുന്നത്. ജുഡീഷ്യറിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുവാനുള്ള ശേഷിയുണ്ടെന്ന് വ്യക്തമായെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. KM എബ്രഹാമിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്കേറ്റ ആഘാതമാണ്. മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല പെടുന്നത്. പ്രാഥമികമായി വലിയ തെളിവുണ്ട്. വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. ഇതൊക്കെ ചോദിക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രി ക്ഷുഭിതനാകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്ക് കൂടി ഏറ്റ ആഘാതമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല ഈ പെടുന്നത്. ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോൾ ജയിലിലാണ്, ജയിലിൽ നിന്ന് ഇറങ്ങിയ ജയിലിലായിരുന്നു കുറേ നാൾ. ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആദ്യ ഭരണത്തിൻ്റെ, രണ്ടാമത്തെ ഭരണത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. വലിയ തെളിവുകളുണ്ട് അദ്ദേഹത്തിനെതിരായി പ്രാഥമികമായി. ഡൽഹിയിൽ കുരിശിൻ്റെ വഴിക്ക് അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങളാലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചതിൻ്റെ ഭാഗമായി സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന ഹനുമാൻ ചാലിസയ്ക്കും അനുമതി നൽകിയിരുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനെന്തിനാണ് ഈ രാഷ്ട്രീയം ഇങ്ങനെ നുണ പറഞ്ഞിട്ട് എത്ര നാൾ ഇങ്ങനെ ജനങ്ങളെ ഈ ഇതിൽ വിഷം നിറയ്ക്കുന്ന ഈ രാഷ്ട്രീയം നമുക്ക് കാണാൻ കഴിയും? ഇതിൽ ഡൽഹിയിൽ നടന്നത് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ. ഇന്നലെ ഹനുമാൻ ചാലീസേൻ്റെ പ്രോഗ്രാമിനും പെർമിഷൻ കൊടുത്തില്ല ഡൽഹി പോലീസ്, ഇന്നും കൊടുത്തില്ല. അത് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്നലെ മിന്നാന്ന് നടന്ന ഒരു എക്സ്ട്രഡിഷൻ പ്രൊസീഡിങ്, അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ക്ലാം ഡൗൺ ഉണ്ട്. അതാണ് സത്യം. മലബാറിൽ വിഷു ആഘോഷിക്കുവാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. കണി ഒരുക്കുവാനുള്ള സാധനങ്ങളും പുത്തൻ വസ്ത്രങ്ങളും ഒക്കെ വാങ്ങാനുള്ള തിരക്കായിരുന്നു നഗരത്തിൽ. മലബാറുകാരെ സംബന്ധിച്ച് ഓണത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആഘോഷമാണ് വിഷുവും. അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളിലൊന്നും യാതൊരു കുറവും വരുത്താറില്ല. ആഘോഷപൂർവ്വം വിഷുവിനെ വരവേൽക്കുകയാണ് മലബാറുകാർ. രാവിലെ മുതൽ തന്നെ കോഴിക്കോട് നഗരത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വസ്ത്രസ്ഥാപനങ്ങളിലാണ് തിരക്കേറെയും. തിരക്ക് കുഴപ്പമില്ല. തിരക്ക് ഇപ്പോൾ 3-4 ദിവസമായി തിരക്ക് തുടങ്ങിയിട്ട്. പിന്നെ ഞായറാഴ്ച സൺഡേനെ കൊണ്ട് ഒന്നും കൂടി ആൾ ജാസ്തിയാണ് ഇപ്പോൾ ഉള്ളത്. നല്ല കുഴപ്പമൊന്നും ഇല്ലാണ്ടല്ല, നല്ല കച്ചവടമാണ്. കുറേ വെറൈറ്റി ഡ്രസ്സുകളെല്ലാം ഇറങ്ങിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ഡ്രസ്സുകൾ കണ്ടമാനം ഇറങ്ങി. ഭയങ്കര തിരക്കാണെന്ന് പറയാം. അതെ, ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതാ. കണിയൊരുക്കാനുള്ള കണിക്കൊന്നയും കൃഷ്ണവിഗ്രഹവും മയിൽപ്പീലിയും എല്ലാം വാങ്ങാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് എല്ലാവരും. അടിപൊളിയാണ്.
ഉഷാറായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പർച്ചേസിങ്ങിലാണ്. ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ചെറിയ ചെറിയ പർച്ചേസിന് വേണ്ടിയിട്ട് മിഠായി തെരുവിലേക്ക് നല്ല തിരക്കാണ്. പടക്കക്കടകളിലും ആളൊഴിഞ്ഞ സമയമില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. ആലുവ സഹകരണ കാർഷിക ബാങ്കിൽ നിന്നും 2013 8 ലക്ഷം രൂപ വായ്പ എടുത്തയാൾക്ക് 55 ലക്ഷം രൂപയുടെ ബാധ്യത. ആലുവ കാഞ്ഞൂർ പഞ്ചായത്തിൽ വിനോദിന്റെ വീടിനാണ് ജപ്തി ഭീഷണി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉപജീവനത്തിനായി മരപ്പണികൾ ചെയ്യുന്ന വിനോദ് ആലുവ സഹകരണ കാർഷിക വികസന ബാങ്കിൽ നിന്ന് 2013 8 ലക്ഷം രൂപ വീട് പണിയുന്നതിൻ്റെ ആവശ്യത്തിലേക്കായി ലോൺ എടുക്കുന്നു. 15 വർഷത്തെ കാലാവധി വ്യവസ്ഥയിലാണ് ലോൺ എടുത്തത്. വീടിൻ്റെയും മരപ്പണികൾ ചെയ്യുന്ന ഷെഡിൻ്റെയും ആധാരം പണയപ്പെടുത്തിയാണ് ലോൺ എടുത്തത്. ഇതിപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിലാണ് ഈ സ്ഥലം. അപ്പോൾ അത് കാരണം ലോൺ എടുക്കാൻ ചെന്നപ്പോൾ 8 ലക്ഷം രൂപയ്ക്ക് ഇത് തന്നെ വെച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ വീടിൻ്റെയും കൂടി വേണമെന്ന് പറഞ്ഞാണ് അവർ രണ്ടും കൂടി വെച്ചത്. അപ്പോൾ അത് എൻ്റെയും കൂടി പേരിലാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ അന്ന് 8 ലക്ഷം രൂപ തന്നെ. വെള്ളപ്പൊക്കവും പിന്നീട് വന്ന കോവിഡും മൂലം കുറച്ച് തവണകൾ മുടങ്ങി നോട്ടീസ് ലഭിച്ചിരുന്നു. പിന്നീട് ബാങ്കുമായി നടത്തിയ ഇടപാടുകളാണ് വിനോദിനെ കടക്കണിയിലാക്കിയത്. 10 സെൻറ്റ് സ്ഥലം വച്ചിട്ട് അന്ന് ഈ 8 ലക്ഷം രൂപ പോലും അതിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ 8 ലക്ഷം രൂപ നമുക്ക് ലോൺ തന്നിട്ട് ഇപ്പോൾ ഇതിനകത്ത് 20 ലക്ഷം രൂപ എനിക്ക് വിവിധ രീതിയിൽ ലോൺ തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ആകെ 8 ലക്ഷം രൂപ വാങ്ങിയാൽ 35,80,034 രൂപ തിരിച്ചടച്ചുവെന്ന് ബാങ്ക് അധികൃതർ രേഖാമൂലം പറയുന്നു. എന്നാൽ ഇത് പണമായി വിനോദ് അടച്ചതല്ലെന്നും ലോണിന്മേൽ നൽകിയ ലോണായി വന്ന തുകയാണെന്നും 20 ലക്ഷം രൂപ വിനോദിന് ലോൺ നൽകിയിട്ടുണ്ടെന്നും ബാങ്ക് പറയുന്നു. ആള് ഈ 35 ലക്ഷം എന്ന് പറയുന്നത് ആള് ക്യാഷായിട്ട് കൊണ്ടുവന്ന് അടച്ച എമൗണ്ട് അല്ല. പിന്നെ ആള് ഈ ഓരോ വർഷവും പുതുക്കി ഈ ഒരു ലോൺ എടുക്കും, അതിലേക്ക് അടയ്ക്കും, അടുത്ത ലോൺ എടുക്കും, അതിലേക്ക് അടയ്ക്കും, അങ്ങനെ അടച്ച എമൗണ്ടുകളും പിന്നെ അയാൾ കൊണ്ടുവന്ന കുറച്ച് എമൗണ്ടും ക്ലോസ് ചെയ്ത ലോണുകളെല്ലാം കൂടെ കൂടി 20,50,000 എടുത്തു. 20 ലക്ഷം രൂപ 80,000 രൂപയുടെ ലോൺ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ടോട്ടലി? കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ സാറേ, ഇതില് ഔട്ട്സ്റ്റാൻഡിങ് അപ്പൊ കുറവായിരിക്കും. ഈ 5, 3 എടുത്തിട്ട് അതിന്റെ മന്ത്ലി അടയ്ക്കാണ്ട് വരുമ്പോൾ കുറച്ച് തുക പുള്ളി കൊണ്ടുവരും. പിന്നെ നമ്മൾ കുറച്ചൊരു ലോണും കൂടെ എഴുതിയിട്ടായിരിക്കും അത് ക്ലിയർ ചെയ്തേക്കുന്നത്. എന്നാൽ 8 ലക്ഷം രൂപ മാത്രമാണ് പണമായി കൈപ്പറ്റിയതെന്നാണ് വിനോദ് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇനി മരപ്പണിയെടുത്തോ ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറിയ ചെറിയ പണികൾ എന്തെങ്കിലും വർക്ക്ഷോപ്പിൽ വന്നാൽ ചെയ്യാനാണ് ഇനി എനിക്ക് സാധിക്കുകയുള്ളൂ. ആ പണി സ്ഥലവും കൂടിയാണ് ജപ്തി ചെയ്യാൻ പോണത്. ആ സ്രോതസ്സും കൂടിയാണ് ജപ്തി ചെയ്യാൻ പോണത്. പിന്നെ എൻ്റെ മുന്നിൽ ആത്മഹത്യയല്ലാണ്ട് വേറെ യാതൊരു മാർഗ്ഗവുമില്ല. ഇപ്പോൾ മകനും ഭാര്യയും എല്ലാവരും ആത്മഹത്യ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്കാണ് വരുന്നത്. 8 ലക്ഷത്തിന് ശേഷം പിന്നീട് കൊടുത്ത ലോണുകൾ എന്തടിസ്ഥാനത്തിലാണ് നൽകിയതെന്ന് ബാങ്ക് വിശദീകരിക്കുന്നില്ല. പരസ്യ പ്രതികരണത്തിന് ബാങ്ക് അധികൃതർ വിസമ്മതിച്ചു. MLAയ്ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. അമൃത ന്യൂസ്, കൊച്ചി. നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ ജാമ്യത്തിൽ കഴിയുകയായിരുന്ന സർക്കാർ മുൻ അഭിഭാഷകൻ PG മനു മരിച്ച നിലയിൽ കേസിന്റെ ആവശ്യങ്ങൾക്കായി താമസിച്ചിരുന്ന കൊല്ലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എറണാകുളം പിറവം സ്വദേശിയാണ്. 2 മാസം മുൻപാണ് കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് അഭിഭാഷകൻ PG മനു വീട് വാടകയ്ക്കെടുത്തത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസ് കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു PG മനു. അഭിഭാഷകനായ ആളൂരിനോടൊപ്പം മനു കൊല്ലം കോടതിയിൽ ഹാജരായിരുന്നു. കോടതിയിൽ കേസ് നടപടികൾ നടക്കുമ്പോഴാണ് ഇവിടെ താമസിച്ചു വന്നിരുന്നത്. രാവിലെ സുഹൃത്തുക്കൾ എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സർക്കാർ അഭിഭാഷകനായിരുന്ന PG മനു നിയമസഹായം തേടിയെത്തിയ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അശ്ലീല ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്ന കേസിൽ പ്രതിയാണ്. 2018 നടന്ന പീഡനക്കേസിൽ ഇരയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശത്തിനായി അഭിഭാഷകനായ PG മനുവിനെ സമീപിച്ചത്. യുവതിയെ ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും ബലാത്സംഗം ചെയ്തുവെന്നാണ് PG മനുവിനെതിരായ കേസ്. ബലാത്സംഗം IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് PG മനുവിനെതിരെ കേസെടുത്തിരുന്നത്. സംഭവത്തിൽ പോലീസിൽ കീഴടങ്ങിയ പ്രതി ജാമ്യം നേടി പുറത്തിറങ്ങി. കഴിഞ്ഞ 2 ദിവസമായി മനു ഇവിടെ താമസിച്ചു വരികയായിരുന്നു. ഈ 2 മാസത്തിനിടയ്ക്ക് 2 മാസമായതേ ഉള്ളൂ വീട് എടുത്തിട്ട്. 2 മാസത്തിനിടയ്ക്ക് ഇവർ അപൂർവം ദിവസങ്ങളിൽ, അതായത് മാക്സിമം ഒരു 10-25 ദിവസം ഇവരിവിടെ താമസിച്ചിട്ടുള്ളൂ. ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. കാര്യം രാവിലെ ചായ കൊടുത്തതേ ഉള്ളൂ. കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനെന്ന് പറഞ്ഞാണ് വീട് വാടകയ്ക്കെടുത്തിരുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. 19-ാം തീയതി റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമെങ്കിലും അവസാന നിമിഷം വരെ പ്രതീക്ഷയിലാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. സെക്രട്ടേറിയറ്റ് നടയിൽ 12-ാം ദിവസം തുടരുന്ന നിരാഹാര സമരത്തിന്റെ ഭാഗമായി തങ്ങളുടെ ജീവിത വഴികൾ തന്നെയാണ് അവർ പ്രതിഷേധമായി അവതരിപ്പിച്ചത്. 3 വർഷം നീണ്ട തങ്ങളുടെ കഠിന പരിശ്രമമാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിത്തന്നതെന്ന്
പ്രതിഷേധ രൂപേണ കാട്ടിത്തരികയായിരുന്നു സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ. സമരം 12 ദിവസം പിന്നിടുമ്പോൾ വിവിധ സമരമാർഗങ്ങളാണ് ഇവർ സ്വീകരിക്കുന്നത്. കുട്ടികളെ നോക്കിയിട്ടും അടുക്കള ജോലി ചെയ്തിട്ടും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഓരോരുത്തരും ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അതുകൂടാതെ ഫിസിക്കൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ എന്ന് പറയുന്നത് വളരെ കഠിനമായ ഒരു കാര്യമാണ്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. എന്നിട്ടും ഞങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇത്രയും വലിയൊരു റാങ്ക് ലിസ്റ്റ് ഇടുകയും ചെയ്യാതെ എന്നിട്ട് 0 വേക്കൻസി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ, ആ അവസ്ഥയാണ് ഞങ്ങൾ ഇതിലൂടെ സർക്കാരിനോട് കാണിച്ചു കൊടുക്കുന്നത്. ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഏതാനും ദിവസം മാത്രം ശേഷിക്കുമ്പോഴും പ്രതീക്ഷ കൈവെടിയുന്നില്ല ഇവർ. വളരെ വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതോ അല്ല. പക്ഷേ നമ്മളൊരു പ്രതിഷേധമായിട്ടല്ല ഇത് ചെയ്യുന്നത്. ഗവൺമെൻറ് ഞങ്ങളൊന്ന് അറിയണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനിയും വേക്കൻസി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 19-ാം തീയതി ഞങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്. ശേഷിക്കുന്ന ദിവസങ്ങളിലും കൂടുതൽ പ്രതിഷേധ പരിപാടിയുമായി സെക്രട്ടേറിയറ്റ് നടയിൽ ഉണ്ടാകുമെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യുക്രൈനിൽ വീണ്ടും റഷ്യ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. വടക്കൻ നഗരമായ സുമിയിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടു. ഓശാന ദിനത്തിൽ പള്ളിയിൽ പോകുന്നതിനിടയിലാണ് ആക്രമണം നടന്നത്. പാം സൺഡേ ആഘോഷിക്കാൻ പ്രദേശവാസികൾ തടിച്ചുകൂടിയപ്പോൾ 2 ബാലസ്റ്റിക് മിസൈലുകൾ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പതിച്ചതായാണ് റിപ്പോർട്ട്. ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലൊന്നായാണ് ആക്രമണത്തെ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി അപലപിച്ചത്. റഷ്യയുടെ നരനായാട്ടിനെതിരെ ലോക നേതാക്കൾ ശക്തമായി പ്രതികരിക്കണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി തുടരുന്നതിനിടയിലാണ് റഷ്യൻ ആക്രമണം. സ്റ്റീവ് വിറ്റ്കോവ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ്. യുക്രൈനിലെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വെയർഹൌസിൽ റഷ്യൻ മിസൈൽ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈനിലെ ഇന്ത്യൻ ബിസിനസ്സുകളെ റഷ്യ മനഃപൂർവ്വം ലക്ഷ്യമിട്ടതായി ഇന്ത്യയിലെ യുക്രൈൻ എംബസിയും ആരോപിച്ചു. കഴിഞ്ഞ മാസം പരസ്പരം ഊർജ്ജ സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം താൽക്കാലികമായി നിർത്താൻ ഉക്രൈനും റഷ്യയും സമ്മതിച്ചിരുന്നു. എന്നാൽ മൊറട്ടോറിയം ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആവർത്തിച്ച് ആരോപിക്കുന്നുമുണ്ട്. അതേസമയം US പ്രതിനിധിയുടെ സന്ദർശനത്തിന് ശേഷമാണ് ആക്രമണം നടന്നതെന്ന് യുക്രൈൻ അറിയിച്ചു. ആക്രമണത്തിൽ റഷ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടുകൂടി മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.